പാമ്പുണ്ടോന്ന് അറിഞ്ഞൂടാ. ഓ പാമ്പ് എന്തുവാ? നമ്മള് പാമ്പല്ലൂടാ. എന്നാ വാ, നമ്മളാണ് പാമ്പ് കടിക്കത്തില്ലേ? പിന്നെ എന്നാ വാ. ചങ്കു എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? ചങ്കു പേടിച്ചാ എങ്ങനെയാടാ മുന്നോട്ട് പോകുന്നത്? ഇവിടെ ഇത്രയും സ്ഥലങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കല്ലോ. പക്ഷെ ആരെയും നിർത്താൻ പറ്റത്തില്ല. എടാ നീ ഒരു കാര്യം ചെയ്യ്, ആ കാർഷിക മേഖലയിൽ ചെയ്യുന്ന ഇത്തരം തരിശു ഭൂമികൾ കൃഷി ചെയ്യുന്നതിന് ഒരു സാമ്പത്തിക സഹായം ചെയ്യും. നീ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം. അടുത്ത കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നീ ഇത്രയും കൃഷിഭൂമി കൊണ്ട് എനിക്ക് പച്ചക്കറി നടത്തണം, എനിക്ക് പിന്നെ വാഴകൃഷി നടത്തണം, എല്ലാ കാര്യങ്ങളും ഒന്ന് പറ. അപ്പൊ കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ കൃഷി ഓഫീസർ നിന്നെ വന്ന് കാണും. ഇവിടെ വരും കൃഷി ഓഫീസർ. ഒന്നും കൊടുക്കണ്ട, അവർക്കൊന്നും പൈസ ഒന്നും കൊടുക്കണ്ട. കൃഷി ഓഫീസർ വന്ന് നിനക്ക് ആവശ്യമായ കൃഷി എന്തൊക്കെ നടത്തണമെന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ച് നിനക്ക് പോവാം. ഇത്രയും സ്ഥലം നീ വെറുതെ എന്തിനാണ്? എനിക്ക് അറിഞ്ഞൂടായിരുന്നു ശംഖു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയല്ലേ ഞാൻ. ഏതായാലും ഊണ് കഴിക്കാൻ വിളിച്ച ഭാഗ്യമായി. ഞാൻ ഇതുപോലെ എത്ര പേർക്ക് എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, ഞാൻ അനാഥമായിട്ട് എവിടെങ്കിലും ഒക്കെ കിടക്കും. പിന്നെ നിങ്ങളെ പോലുള്ളവരൊക്കെയാണ് എന്റെ സുഹൃത്തുക്കള്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം ഇതൊക്കെ പറഞ്ഞു തരുന്നത് നല്ലൊരു കൃഷിയിടമാക്കി മാറ്റണം. നമ്മളെന്തിനാണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി മേടിക്കുന്നത്? നമുക്ക് ഇവിടെ പച്ചക്കറി ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ പച്ചക്കറി ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണം. ഇവിടെ കുറച്ച് വാഴ വെക്കണം. ഇപ്പൊ ഓണമല്ലേ, അടുത്ത ഓണത്തിന് കുറെ കൊലവെട്ടിക്കൂടെ? എത്ര രൂപയാണെന്നറിയോ വില? ഏത്തക്കയൊക്കെ ഭയങ്കര വിലയല്ലേ? നമുക്കൊരു 10-100 വാഴ ഉണ്ടെങ്കിൽ അത്രയും പൈസ നമുക്ക് കിട്ടത്തില്ലേ? അപ്പൊ നീ അത് ചെയ്യുവോ? ചെയ്യും. അപ്പൊ ചങ്കുവിന്റെ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. ചങ്കു ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്താണല്ലോ എന്നെ കൊണ്ടുവന്നേ. ചങ്കു ഹാപ്പി ഓണം. നീ ചെയ്യുവോ? ചെയ്യും. ഓണമൊക്കെ നമുക്ക് ഇനിയും വരൂടാ. നീ ചെയ്യണം കേട്ടോ. ചെയ്തിരിക്കും. അപ്പൊ നീ എന്തൊക്കെ ചെയ്യണം? വാഴകൃഷി, മത്സ്യകൃഷിക്ക് മത്സ്യബന്ധനത്തിന്റെ ആ വകുപ്പുമായി ബന്ധപ്പെടണം. ഇതുപോലുള്ള കൃഷികൾക്ക് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ തരിശു ഭൂമി ഇങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നീ ചെയ്യുമല്ലോ? ചെയ്യും, 100%. ശരി, വാ.